ശരിയാണല്ലോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ഈ വയസ്സിന്റെ ഒരു അല്ലെങ്കിൽ സമവാക്യങ്ങൾ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളെ ചാനലിൽ കുറെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാവും. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? സിമ്പിൾ ആണ്. എന്താണ് ശരണിന്റെ പ്രായം അമ്മയുടെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. സോറി, ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ അമ്മക്ക് ശരണ് എസ് കൊടുക്കുകയാണെങ്കിൽ 4s എന്ന് വന്നിട്ട് നമുക്ക് എന്താക്കാം, ഫസ്റ്റ് സെന്റൻസിന് ഉണ്ടാക്കി ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയാം. അപ്പൊ ഇനി അടുത്ത സെന്റൻസ് 4 വർഷങ്ങൾക്ക് ശേഷം, 4 വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാവുന്നില്ലെങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ഞാൻ എഴുതിയത്. അപ്പം 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാവും. അതാണ് എന്തായാലും 4 വർഷങ്ങൾക്ക് ശേഷം +4 അമ്മന്റെ ഇപ്പോഴത്തെ ആദ്യം പറഞ്ഞ സെന്റൻസിന്റെ അവിടുന്ന് എന്താണ് 4 വർഷം ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, S+4. 3 എന്തിനു എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മടങ്ങാവും എന്നാണ് പറഞ്ഞത്. അതായത് ശരണിന്റെ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സിന്റെ 3 മടങ്ങാവും. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഇവിടെ ഉള്ളതാണ് അടുത്ത പരിപാടി. അപ്പൊ m+4 = 3s + 12. അതിനൊന്നും ചെയ്യാണ്ടോ, n = 3s + 8. അപ്പം ഈ ഇക്വേഷനെ നമ്പർ 2 എന്ന് വിളിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാ, ഈ m = 4s എന്നുള്ളത് ഞാൻ കൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പം 4s = 3s + 8 എന്നാവില്ലേ. അപ്പം 4s - 3s എന്നാവുന്ന s = 8 എന്നാവും. s = 8. അപ്പൊ ഈ പറയുന്ന ശരൺ എന്ന് പറയുന്ന എന്താണ്, ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. എന്താണ്, 8 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പം അമ്മന്റെ പ്രായം എന്തായിരിക്കും, അമ്മന്റെ പ്രായം എന്തായിരിക്കും, 4. m = 4s എന്നല്ല പറഞ്ഞത്. അപ്പം ഇവിടെ വന്ന് ചെയ്യുമ്പം 4 × 8 32 ആയിരിക്കും നിങ്ങളെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ബൈ.